താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി മമ്മി, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ നീ പോകുന്നേ? പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. അവിടെ എന്താ? എനിക്കൊന്ന് കാണണം അവനെ. ആരെ? ആ കിച്ചുനെ. എന്റെ ഡാഡിയെ കൊന്നവനെ എനിക്കൊന്ന് കാണണം. നീ എന്തിനാ ഇപ്പൊ അവനെ കാണുന്നേ? കാണണം. കണ്ട് എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. നീ ഇപ്പൊ ആരെയും കാണാനും പോവണ്ട, ആരോട് സംസാരിക്കാനും പോവണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ ഞാൻ ഇരുന്നാ മതി. അത് മമ്മിയാണോ തീരുമാനിക്കുന്നേ? ഞാനല്ലാതെ പിന്നെ ആരാ നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? തീരുമാനങ്ങൾ എടുക്കേണ്ടവന് നീ പുല്ലുവില കൊടുക്കുന്നുമില്ലല്ലോ. എന്റെ കാര്യത്തിൽ ആരും ഒന്നും തീരുമാനിക്കണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. വേണ്ട മോളെ, അത്രയും അഹങ്കാരമൊന്നും നിനക്ക് വേണ്ട. സ്വന്തം ഭർത്താവിനെ വരെ ധിക്കരിച്ചുകൊണ്ടുള്ള നിന്റെ ഈ ജീവിതം ഉണ്ടല്ലോ, ഒരുപാട് കരയേണ്ടി വരും നീ. മമ്മി ഇത് എത്ര തവണ പറഞ്ഞാലും ഞാൻ അവനെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ഒന്നും പോകുന്നില്ല. അത് മമ്മി ആദ്യം മനസ്സിലാക്ക്. ഇത്രയ്ക്ക് വാശി പാടില്ല ആലീസെ. അവൻ നിന്റെ സ്നേഹം കിട്ടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? സ്നേഹം കിട്ടാനാണോ അവൻ എന്റെ കരണത്തടിച്ചത്? ആണോ? ഒന്നും മറന്നിട്ടില്ല ഞാൻ, മറക്കയില്ല. സ്വന്തം അമ്മയും കൂടപ്പിറപ്പിനെയും അപമാനിച്ചിറക്കി വിട്ടു എന്നറിഞ്ഞ നീ ആണെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ആരും ചെയ്തു പോന്നതേ അവനും ചെയ്തുള്ളൂ. കൂടുതൽ അവനെ അങ്ങ് ന്യായീകരിക്കില്ലേ മമ്മി? മമ്മി ഒന്നും ഓർത്തോ, ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ നേരെ പൊങ്ങി അവന്റെ കൈ പിന്നീട് ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ കാർ ആര് കൊണ്ടുപോയി? എനിക്കറിയില്ല. ഓ, ശിവനായിരിക്കും കൊണ്ടുപോയത്. എന്റെ അധികാരത്തിലാ ഇവിടുത്തെ കാർ അവൻ കൊണ്ടുപോയത്. നീ കിടന്ന് ചാടണ്ട. ശിവനൊന്നുമല്ല, ഡ്രൈവർ വർക്ക്ഷോപ്പിൽ സർവീസിന് കൊണ്ടുപോയിരിക്കാം. ശിവൻ നടന്നാ പോയത്. ആ, കാർ വരുമ്പോ എന്നെ വിളിക്കണം, ഞാൻ മോളിലുണ്ടാവും. അമ്മ ഇതെന്താ മടലൊക്കെ വെട്ടിക്കീറുന്നേ? അടുപ്പിൽ തീ എരിയണ്ടേ? അതെന്താ ഗ്യാസ് തീർന്നോ? ഗ്യാസ് ഒക്കെ തീർന്നിട്ട് മാസം 1 ആയി.
കയ്യിൽ കാശ് വേണ്ടേ? ഇനിയിപ്പോ അടുത്ത മാസത്തെ പെൻഷൻ കാശ് കിട്ടട്ടെ. അല്ല, ഗ്യാസ് ഇല്ലാതെയും ഈ വീട്ടിൽ ചോറും കറിയൊക്കെ വച്ചിട്ടുണ്ടല്ലോ. ഈ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ട് എത്ര നാളായി? ശോഭ ക്ലാസ്സിൽ പോയോ? 2-3 ദിവസമായിട്ട് പോയിട്ടില്ല. എന്തേ? പനിയാ. മെനിഞ്ഞാന്ന് ഡോക്ടറെ കാണിച്ചപ്പോ വൈറൽ ഫീവർ എന്നാ പറഞ്ഞേ. ഞാനിപ്പോ അവൾക്ക് ഇത്തിരി വെള്ളം തിളപ്പിച്ചു കൊടുക്കാൻ തുടങ്ങായിരുന്നു. മോളെ, എന്തു പറ്റി മോളെ? ഏട്ടനെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തു പറ്റിയടി? നല്ല പനിയുണ്ടല്ലോ, മരുന്നൊന്നും കൊടുത്തില്ലേ? മരുന്ന് ഡോക്ടർ കുറിച്ച് തന്നിട്ടുണ്ട്. വാങ്ങാൻ കാശ് വേണ്ടേ? തൽക്കാലം ഞാനിത്തിരി പനിക്കൂർക്കയിലും തുളസിയിലും ഇട്ട് വെള്ളം തിളപ്പിച്ചു കൊടുത്തു. ഈ പനിക്ക് അതൊന്നും പോരാ. മരുന്ന് വാങ്ങാൻ കാശില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നല്ലോ. വിളിക്കാന്ന് വിചാരിച്ചതാ. പക്ഷേ ആ കുട്ടിയെങ്ങാനാണ് ഫോൺ എടുക്കുന്നെങ്കിൽ പിന്നെ അതിനൊന്നും ഇഷ്ടമാവില്ല. അവളുടെ ഇഷ്ടം എന്തിനാ നോക്കുന്നേ? അമ്മ ആ മരുന്നിന്റെ കുറിപ്പിങ്ങടുത്തെ. ആ, ഏട്ടൻ മരുന്നുമായിട്ട് വരാം കേട്ടോ. ഇതിന് എത്ര രൂപ കിട്ടും? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇതിന് എത്ര രൂപ കിട്ടും? ഇത് വിവാഹമോതിരമല്ലേ? വിവാഹം തന്നെ ഒരു വിൽക്കലും വാങ്ങലും അല്ലേ ഏട്ടാ? ഇപ്പൊ കാശിന് ഇത്തിരി അത്യാവശ്യമുണ്ട്. ഇരിക്കൂ. വേണ്ട. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഇറങ്ങിപ്പോയില്ലേ? അയാളെ പരിചയമുണ്ടോ? ഇല്ല. എന്താ മേഡം? അയാൾ എന്തിനു വന്നതാ ഇവിടെ? ഒരു മോതിരം വിൽക്കാൻ വേണ്ടി വന്നതാ. ഇതാ.
മതി. ദാ ഇത് കൂടി ഞാൻ കുടിക്കേ. പനിയാന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതിരുന്ന എങ്ങനാ? മതി അമ്മേ, ഇനി വേണ്ട. ആ എന്നാ മതി. ദാ മരുന്നും ഗുളിയും വാങ്ങിയിട്ടുണ്ട്. കഞ്ഞി കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിന്ന് 2 ഗുളിക കഴിക്കാം. ഭക്ഷണത്തിന് ശേഷമുള്ളതാ. ഈ മരുന്നും ഗുളിയും അങ്ങ് കഴിച്ചാൽ മതി. മോളുടെ പനിയൊക്കെ മാറും. പറ്റിയ 2 ദിവസത്തിനുള്ളിൽ ക്ലാസ്സിലും പോവാം. ദാ. ഏട്ടന് ബുദ്ധിമുട്ടായല്ലേ ഇവിടെ ഒന്നിങ്ങനെ? എന്താ മോളെ, മോളെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ ഏട്ടന്. ഒന്ന് വിളിക്കായിരുന്നില്ലേ? എനിക്ക് പേടിയാ അങ്ങോട്ട് വിളിക്കാൻ. മരുന്ന് രാവിലെയും വൈകിട്ടും കഴിക്കാനുള്ളതാ. ഇതിനൊക്കെയുള്ള പൈസ ഉണ്ടായിരുന്നോ നിന്റെ കയ്യില്? പൈസയൊക്കെ ഉണ്ട്. ദാ ഇത് വെച്ചോ. നാളെ രാവിലെ ആയിട്ടും ഇവളുടെ പനി കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ പോയി കാണണം. പിന്നെ ആ ഏജൻസിയിൽ വിളിച്ച് ഗ്യാസിന്റെ കാര്യവും പറയണം. ഇതെവിടുന്നാ നിനക്ക് ഈ കാശ് കിട്ടിയത്? അതൊക്കെ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. അവർക്ക് ഒരുപാട് കമ്പനികളൊക്കെ ഉള്ളതല്ലേ. അവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കൂടെ നിനക്ക്? അല്ലാതെ ഇതിങ്ങനെ അവരെ മാത്രം ആശ്രയിച്ച്. ആ നോക്കണം. തന്നെയല്ല, 1-2 വർഷം കൂടെ കഴിഞ്ഞാ ഇവളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ? അതിനും പണം വേണ്ടേ? എന്തെങ്കിലും ചെയ്യാം. അമ്മ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട. ഞാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇറങ്ങാം. 2-3 ദിവസം കഴിഞ്ഞു വരാം. പോട്ടെ മോളെ. അല്ല, ഇപ്പൊ തന്നെ ഇറങ്ങുകയാണോ? ഭക്ഷണം കഴിച്ചിട്ട് പാ മോനെ. ഏതായാലും ഇത്രയും നേരം ആയില്ലേ? വേണ്ടമ്മേ, കഴിച്ചിട്ട് പോയാൽ മതി ഏട്ടാ. വേണ്ട മോളെ. ഒന്നാമതേ വിശപ്പില്ല. മോള് ഗുളികയും മരുന്നും മറക്കാതെ കഴിക്കണം. നാളെ ഈ നേരമാകുമ്പോൾ മോളുടെ പനിയൊക്കെ മാറും. ധൈര്യമായിട്ടിരിക്കേ. പിന്നെ അങ്ങോട്ട് വിളിക്കാനൊന്നും മടിക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ ഇറങ്ങാം അമ്മേ. മോനെ, അവളറിഞ്ഞോ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം? പറഞ്ഞില്ല. ഞാൻ പോയിട്ട് വരാം. വരാൻ വൈകുന്ന കണ്ടപ്പോ ഞാൻ കരുതി ഇനി രാത്രിയിലേ വരവുണ്ടാവുള്ളൂ എന്ന്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ശോഭയ്ക്ക് ചെറിയൊരു പനി. പിന്നെ അവൾക്കുള്ള ഗുളികയും മരുന്നുമൊക്കെ വാങ്ങാൻ ടൗണിലൊന്ന് പോകേണ്ടി വന്നു. അതാ വൈകിയത്. എന്നിട്ട് ശിവനെന്താ പെട്ടെന്നിഞ്ഞു പോന്നത്? അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ അമ്മ മാത്രമല്ലേ ഉള്ളൂ? അതൊന്നും സാരമില്ല. അമ്മയ്ക്കിപ്പോ അതൊരു ശീലമായി. എന്നാലും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണമെന്ന്. ആലീസ് ഇല്ലേ ഇവിടെ? മുകളിലുണ്ട്. ആ. അല്ല, നിങ്ങൾ തമ്മിൽ രാവിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. എന്താ? എന്താന്നറിയില്ല. അവൾ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര ദേഷ്യത്തിലാ. ശിവൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ പുറത്തോട്ടൊന്ന് പോണോന്നും പറഞ്ഞ് ഇറങ്ങിയതാ. പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്തു. അതോടെ പിന്നെ ദേഷ്യവും ബഹളവും കുറച്ചുകൂടെ കൂടി. എന്ത് പറ്റിയോ എന്തോ. അവൾക്കിപ്പോ എന്തെങ്കിലും കാരണം വേണോ ദേഷ്യപ്പെടാനും ബഹളം വയ്ക്കാനും ഒക്കെ? ആഹാ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയോ? ഷോപ്പിങ്ങോ? എന്നിട്ട് എനിക്കെന്താ വാങ്ങിയത്? ചില ഭർത്താക്കന്മാർ ഇങ്ങനെയാ. ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വരും. എന്നിട്ടങ്ങ് ഞെട്ടിക്കും. എന്താ, ഞാനിപ്പോ ഞെട്ടേണ്ടി വരുമോ? ഹേയ്, അങ്ങനൊന്നും ഞെട്ടേണ്ടി വരില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയ ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും അന്യന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടുള്ള ശിവൻ എന്ത് വാങ്ങിത്തന്ന് എന്നെ ഞെട്ടിക്കാനാ? അല്ലേ ശിവ? മതി, നിർത്ത്. എന്റെ കൈ പണമില്ല, സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു തരാതെ. പണം ഇല്ലെങ്കിൽ എന്താ? അവസരം കിട്ടിയ പണം ഉണ്ടാക്കാനുള്ള വിദ്യ നിനക്ക് നന്നായിട്ട് അറിയാലോ. അത് തന്നെ വലിയൊരു കാര്യല്ലേ?
ഇന്ന് നീ അത് തെളിയിക്കുകയും ചെയ്തു. അതിനൊരു അഭിനന്ദനമായിട്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങി. നീ കയറി ഇറങ്ങി അതേ ജൂവലറിയിൽ നിന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പരശിവ, ഇഷ്ടപ്പെട്ടോ? വെറും 2000 രൂപയാ നീ ഇതിന് കണ്ട വില. അതേ വിലയ്ക്ക് തന്നെ ഞാനിത് തിരികെ വാങ്ങി. വീണ്ടും നിന്റെ വിരലിൽ അണിയിച്ചു തരാനൊന്നുമല്ല. നിനക്ക് കിട്ടിയ 2000 പോയിട്ട് ഇതിനിപ്പോ വെറും 2 രൂപയുടെ പോലും വിലയില്ലെന്ന് നിന്നെ ഒന്ന് അറിയിക്കാൻ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പരശിവ, ഇഷ്ടപ്പെട്ടോ? വെറും 2000 രൂപയാ നീ ഇതിന് കണ്ട വില. അതേ വിലയ്ക്ക് തന്നെ ഞാനിത് തിരികെ വാങ്ങി. വീണ്ടും നിന്റെ വിരലിൽ അണിയിച്ചു തരാനൊന്നുമല്ല. നിനക്ക് കിട്ടിയ 2000 പോയിട്ട് ഇതിനിപ്പോ വെറും 2 രൂപയുടെ പോലും വിലയില്ലെന്ന് നിന്നെ ഒന്ന് അറിയിക്കാൻ. കുറച്ച് പണത്തിന് ആവശ്യം വന്നു, ഞാൻ വിറ്റു. ഇനിയിപ്പോ എത്ര പണത്തിന് ആവശ്യം വരുമ്പോഴാ നീ എന്നെ വിൽക്കുന്നത്? പറ ശിവ. ഇത്രയൊന്നും സംസാരിക്കണ്ട ആലീസെ. നീ ഇപ്പോ ഈ വിവാഹമോതിരത്തിന്റെ മഹത്വം അറിയിക്കാനൊന്നുമല്ല ഈ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. വെറും പകിട്ടിനണിയുന്ന ഒരു സ്വർണ്ണ മോതിരത്തെക്കാൾ കൂടുതൽ വിലയൊന്നും നീ ഇതുവരെ ഇതിനൊട്ട് കൽപ്പിച്ചിട്ടുമില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്താവശ്യം വന്നാലും ഞാനിത് വിൽക്കില്ലായിരുന്നു. ഒരു നിധി പോലെ സൂക്ഷിച്ചേനെ. അല്ലെങ്കിൽ തന്നെ കഴുത്തിക്കിടക്കുന്ന താലിക്ക് പോലും വില കൽപ്പിക്കാത്ത നീ എന്ത് വിലയാ ഇപ്പൊ ഈ മോതിരത്തിന് കണ്ടത്? എടി, ബന്ധത്തിന്റെ മഹത്വവും വിലയുമെല്ലാം ആദ്യം മനസ്സിലുണ്ടാവണം. അത് കഴിഞ്ഞു മതി ഈ അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ. ആകെയുള്ളൊരു സമ്പാദ്യം എന്ന് പറയാൻ ഈ കിടപ്പാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതും ഇല്ലാതെയാവുന്ന അവസ്ഥയാ. എന്നിട്ട് സുഗുന് യാതൊരു കുലുക്കുമല്ല. അവൻ ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെ യാതൊരു കാര്യത്തിൽ ഇടപെടാൻ നടക്കുക. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിക്കട്ടെ. അളിയൻ ഇനി അതിൻ്റെ ഒന്നും ആവശ്യം തോന്നി കാണില്ല. ആരിറക്കി വിട്ടാലും എങ്ങോട്ട് പോകേണ്ടി വന്നാലും അളിയൻ എന്ത് പേടിക്കാനാ? നല്ല തടിമിടുക്കുള്ള ആണൊരുത്തൻ. ഇപ്പോഴാണെങ്കിൽ കെട്ടിയോളം കൊണ്ട് വീട്ടിലാക്കി ഒറ്റ തടി. അമ്മയും പെങ്ങന്മാരും പിന്നെ എവിടെയെങ്കിലും പോയി ചത്തോട്ടേന്നാണോ? അതെ, അതാണ് വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കേട്ടില്ലേ, ഇവൻ ഇത്രക്കേ പറയാനുള്ളൂ. അത്രയ്ക്കുണ്ട് അവന്റെ ഉത്തരവാദിത്തം. എല്ലാവരും എല്ലാ കാര്യത്തിനും എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? എന്നും ഒരു കേൾക്കാൻ തുടങ്ങിയ പഴയ ഇത്. ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താതിരുന്നിട്ടുള്ളത്? ഇപ്പതാ ജപ്തി നോട്ടീസ് വന്നപ്പോൾ അതും എൻ്റെ തലയിലായി. അതെ, എനിക്ക് സൂചിച്ച് ജീവിക്കാൻ ഞാനെടുത്ത് ദൂർത്തടിച്ച പൈസ എന്നല്ലത്. പെങ്ങളെ കല്യാണം നടന്നു കാണാൻ വേണ്ടി കുറച്ച് ആത്മാർത്ഥം കാണിച്ചു പോയി. അതിപ്പോൾ എനിക്ക് തന്നെ കുറിച്ചായി. അതിന് അളിയൻ ചെയ്തതെല്ലാം തെറ്റാണോന്നും ഇവിടെ ആരും പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാൻ അളിയനൊന്നും ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞോളൂ. ഇതാ ഇപ്പോൾ തന്നെ ഈ ജപ്തി ഒഴിവാക്കാൻ അളിയൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ഏത് മാർഗത്തിലാണ് ശ്രമിക്കേണ്ടത്? 5-10 രൂപയല്ല ബാഗിൽ അടയ്ക്കാനുള്ളത്. മാസാമാസം ചെറിയൊരു തുക അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം എത്തിയത്. അത് പറ്റാതെ ഞാനിനി എവിടെ പോയി ഉണ്ടാക്കാൻ എത്രയും വലിയൊരു തുക? അതെ, ഇങ്ങനെ പൊറുതി ആവലാതി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലളിയാ. ആലോചിക്കണം, തല പുകച്ചാലോചിക്കണം. എന്തായാലും വീടും പറമ്പും വിറ്റാലും കാര്യം നടക്കത്തില്ലെന്നുള്ള ഒരു ഉറപ്പാണ്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾക്കേ കഴിയൂ.